മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 12/9/1998 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. രോഹിണിയാണ് നക്ഷത്രം. രോഹിണി 2-ാം പാദം. കുജലഗ്നം എന്ന് വെച്ചാൽ വൃശ്ചിക ലഗ്നം. ഭരിക്കുന്നത് കുജൻ. 2-3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ ഗുരു കേതു. 5 ശൂന്യം. 6-ൽ ശനി. 7-ൽ ചന്ദ്രൻ. 8 ശൂന്യം. 9-ൽ കുജൻ. 10-ൽ സൂര്യൻ ബുധൻ ശുക്രൻ രാഹു. 11-ൽ ഗുളികൻ. 12 ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ഡിലേ എന്ന് വെച്ചാൽ വൈകുന്നു, താമസിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഈ ഗ്രഹനിലയ്ക്കുണ്ട്. എന്തുകൊണ്ടാണത്? പൊതുവേ ലഗ്നാൽ 10-ൽ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ സൂര്യൻ നിൽക്കുന്നത് ഏതൊരാൾക്കും വളരെ നല്ലത് തന്നെയാണ്. അതിനോടൊത്ത് ബുധൻ നിൽക്കുന്നതും ഏറെ നന്ന്. പക്ഷേ അതിനോടൊത്ത് ഇവിടെ 2, അതായത് ഒരു ഛായാഗ്രഹമായിട്ടുള്ള രാഹുവും അതുപോലെ തന്നെ ശുക്രൻ. അതിൽ തന്നെ രാഹു അതുപോലെ തന്നെ 11-ൽ നിന്നുകൊണ്ടുള്ള ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടി. ഇത് രണ്ടുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന നെഗറ്റീവ്സ്, അതല്ല എങ്കിൽ വില്ലൻ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് തന്നെ കാരണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം 1, 2, 3, 4, 5, 6, 7 തൻ്റെ 7-ാം ദൃഷ്ടി ലഗ്നാൽ 10-ലേക്ക് നടത്തുന്നുണ്ട്. എന്നിട്ടും വിവാഹ സംബന്ധമായ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രസ്തുത വ്യക്തി ഫേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഊഹിക്കാം രാഹു ഗുളികൻ കോമ്പിനേഷൻ്റെ പവർ, ശക്തി എന്താണ് എന്ന്. അതിൽ ഒരു കാരണം കൂടെ ഉണ്ട്. ഇവിടെ വൃശ്ചിക ലഗ്നം, ലഗ്നാധിപൻ കുജൻ നീചനാണ്. രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടി. അപ്പോൾ ഗുളികൻ്റെ 12-ാമത്തെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ 12-ാമത്തെ ദൃഷ്ടി നീചനായി നിൽക്കുന്ന കുജനിലേക്ക് എന്ന് വച്ചാൽ ലഗ്നാധിപനിലേക്ക്, ആ വ്യക്തിയുടെ അധിപനിലേക്ക് വരുന്നുവെന്ന് പറയുമ്പോൾ ഇത്തരക്കാർക്ക് പൊതുവെ ഉയർച്ച, ഭാഗ്യാനുഭവങ്ങൾ എന്ന് പറയുന്നതിന് ഒരല്പം കാലതാമസം സാധാരണയിൽ കൂടുതൽ സംഭവിച്ച ശേഷമാണ് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് കണ്ടു തുടങ്ങുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം, അത് ഏത് തന്നെ ആയിക്കോട്ടെ, നീചനായി. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, കുജൻ മാത്രമല്ല, ഏതൊരു ലഗ്നാധിപനായാൽ തന്നെയും 12 തുടങ്ങിയ ഭാവങ്ങളിലോ അതല്ല എങ്കിൽ നീചനായി നിൽക്കുന്ന അവസ്ഥയിലോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് ഉയർച്ച എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ഒരല്പം കാലതാമസം സാധാരണയിൽ കൂടുതൽ സംഭവിച്ച് കാണാറുണ്ട്. എന്നാൽ ഇത് വളരെ നല്ല ഒരു ഗ്രഹനിലയുമാണ്. കൃത്യമായി പരിഹാരങ്ങളെടുത്ത് പോയി കഴിഞ്ഞാൽ തന്നെ വളരെ വലിയ രീതിയിൽ ഉയരാൻ തക്ക ശേഷിയുള്ള ബലമുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. ലഗ്നാൽ 10-ൽ നിൽക്കുന്ന സൂര്യൻ ശുഭസൂചന തന്നെയാണ്. അതിനോടൊത്ത് നിൽക്കുന്ന ബുധനും ശുഭസൂചന തന്നെയാണ്. ശുക്രൻ, സൂര്യൻ ശത്രുതയുണ്ടെങ്കിൽ പോലും അത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കല്ല. ഇവിടുത്തെ പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നിൽക്കുന്ന രാഹു. അതുപോലെ തന്നെ രാഹു ദശയിലാണ് ഈ വ്യക്തി 2011 തൊട്ടിങ്ങോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്, 2029 ഡിസംബർ 25 വരെ. അപ്പോൾ രാഹുവിനെ സംബന്ധിച്ച് ഈ വ്യക്തിയെ കടന്നാക്രമിക്കാൻ പറ്റിയ സമയമാണ്. ഗുളികൻ്റെ ടോക്സിക് ആയിട്ടുള്ള ദൃഷ്ടി ഏറ്റുവാങ്ങിയ രാഹു, പ്രസ്തുത രാഹുവിൻ്റെ ദശ നടക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇതേ ഫലമായിരിക്കില്ല ഇതേ ഗ്രഹനില അല്ലെങ്കിൽ ഇതേ രീതിയിൽ പൊസിഷൻസ് നിൽക്കുകയും രാഹു ദശയ്ക്ക് പകരം മറ്റെന്തെങ്കിലും ഗുണമുള്ള നേട്ടമുള്ള ഒരു ദശയാണ് നടക്കുന്നതെങ്കിൽ ഇതുപോലെ ആവില്ല ഫലങ്ങൾ വരിക. അവിടെയാണ് ഈ ഫലങ്ങൾ മാറി മറിയുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ രാഹു 10-ൽ തന്നെ നിൽക്കുന്നു ഗുളികൻ്റെ ദൃഷ്ടിയിൽ. അദ്ദേഹത്തിന് രാഹു ദശയാണ്. ഇത് തന്നെയാണ് എല്ലാവർക്കും എന്നൊരിക്കലും അർത്ഥമില്ല. അവിടെയാണ് ദശകളുടെയും പ്രസ്തുത ഏതിൻ്റെ അപഹാരമാണോ നടക്കുന്നത്, അപഹാരത്തിൻ്റെയും ബലം നമ്മൾ പരിശോധിക്കേണ്ടുന്നത്. ഇവിടെ രാഹുവിൽ ശുക്രനാണ് നടപ്പ് ദശ എന്ന് പറയുന്നത്. ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങി 10-ൽ നിൽക്കുന്ന രാഹുവും രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ തന്നെ നിൽക്കുന്ന ശുക്രനും നല്ലതല്ല. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം, തർക്കം, കാലതാമസം, ഇതുപോലുള്ള അനുഭവങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലഗ്നാൽ 5-ാം ഭാവാധിപനാണ് ഇവിടെ. മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനാണ് വ്യാഴം. കേതുവിനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദൃഷ്ടിയിൽ നിൽക്കുന്നു. രാഹു ദൃഷ്ടി ചെയ്യുന്നതോടൊപ്പം തന്നെ സൂര്യൻ, ബുധൻ, ശുക്രൻ ഇതെല്ലാം
ഗുളികൻ്റെ ദൃഷ്ടി ഏറ്റുവാങ്ങി 7ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് വ്യാഴത്തിൻ്റെ പവർ കുറയുകയും ചെയ്യും. അപ്പോൾ നിർബന്ധമായും പരിഹാരങ്ങളെടുത്ത് വ്യാഴത്തെ ബലപ്പെടുത്തി തന്നെ പോകേണ്ടുന്ന പാറ്റേണിൽ ഉള്ള ഒരു ഗ്രഹനില തന്നെയാണത്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇങ്ങോട്ട് വന്നിട്ട് പോലും അതിന് ഇഫക്റ്റീവായിട്ടുള്ള ഗുണഫലങ്ങൾ കാണിക്കാതെ പോകുന്നത്. പൊതുവേ ഗുളികൻ്റെയോടൊത്ത് നിൽക്കുന്ന രാഹു, അല്ലെങ്കിൽ ഗുളികൻ്റെ ദൃഷ്ടിയിൽ വരുന്ന രാഹു, അതല്ലെങ്കിൽ ശനിയുടെ ദൃഷ്ടിയിലോ ഒപ്പം നിൽക്കുകയോ ചെയ്യുന്ന രാഹുവിനെ സ്വല്പം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് അകാരണമായി എല്ലാ കാര്യങ്ങളും അങ്ങ് ഡിലേ ആക്കും. ഏറ്റവും ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതിനെയെല്ലാം, ഇപ്പോൾ ജോലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിവാഹമായിക്കോട്ടെ, അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, കിട്ടാനുള്ള ആനുകൂല്യങ്ങളായിക്കോട്ടെ, എന്താണോ പോസിറ്റീവായിട്ടുള്ള അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്ത് ഡിലേ ആക്കുന്ന ഒരു പ്രോസസ്സ് രാഹു ശനി കോമ്പിനേഷൻ, രാഹു ഗുളികൻ കോമ്പിനേഷൻ ഒരുപാട് ആളുകൾക്ക് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ലഗ്നാധിപന് രാഹുവിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധവും വന്നിട്ടുണ്ട്. 12ാമത്തെ ദൃഷ്ടി, ലഗ്നാധിപൻ നീചനുമാണ്. അപ്പോൾ ഇതിൻ്റെ റൂൾ തന്നെ ഇത്തരം ആളുകൾക്ക് പൊതുവേ ഉയർച്ച എന്ന് പറയുന്ന കാര്യം ഒരല്പം ഡിലേ, താമസം, നമ്മളൊന്ന് മുഷിഞ്ഞ് നല്ല രീതിയിൽ നമ്മളെ ഒന്ന് അലഞ്ഞു നടന്ന ശേഷം മാത്രമാണ് ഇത്തരക്കാർക്ക് പൊതുവേ ഉയർച്ച എന്ന് പറയുന്ന കാര്യം സംഭവിക്കാറ്. വളരെ സ്കിൽഡായിട്ടുള്ള, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. 5ാം ഭാവാധിപനൊക്കെ വ്യാഴമാണ്, വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന കാര്യം അതിനോടൊത്ത് തന്നെ പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഇവിടെ ശനി നീചനാണ്. ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് 3, 7, 10, 3ാം ദൃഷ്ടി. അതുപോലെ തന്നെ 1, 2, 3, 4, 5, 6, 7, 12ലേക്ക് ഗുളികനും ശനിയും ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ചെലവുകളെ ഇത്തരം വ്യക്തികൾ പൊതുവേ ശ്രദ്ധയോടെ തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഉദ്ദേശിക്കാത്ത സമയത്ത് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ചാടുകയോ അതിനുള്ള സാഹചര്യങ്ങളിലേക്ക് നീങ്ങുകയോ ഒക്കെ ചെയ്യുകയും അതുവഴി ചെലവുകൾ കൂടുന്നതിന് ഉള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതിന് വേണ്ടുന്ന ചിട്ടവട്ടങ്ങൾ പാലിച്ച് തന്നെ വേണം ഇത്തരക്കാരെ മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ 11ൽ നിൽക്കുന്ന ഗുളികൻ. പൊതുവെ 6, 11 ഭാവങ്ങളിൽ ഗുളികൻ വളരെ നല്ല ഫലം ഒരുപാട് പേർക്ക് കൊടുത്ത് കാണുന്നുണ്ട്. പക്ഷേ 11ൽ നിൽക്കുന്ന ഗുളികനെ ശ്രദ്ധിക്കേണ്ടുന്ന, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഭയക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒന്ന്, ഗുളികൻ്റെ 2ാം ദൃഷ്ടി 12ലേക്ക് എന്ന് വെച്ചാൽ വ്യയസ്ഥാനത്തേക്ക്, ചെലവിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നു, ചെലവുകളെ കൂട്ടും. ഇവിടെ അത് ശനിയുടെ ദൃഷ്ടിയുമുണ്ട്. അതുപോലെ തന്നെ അതേ ഗുളികൻ 11ൽ നിന്നുകൊണ്ട് തൻ്റെ 12ാമത്തെ ദൃഷ്ടി ലഗ്നാൽ 10ലേക്ക് നടത്തുമ്പോൾ തൊഴിൽ സ്ഥാനത്തെ അത് ബാധിക്കും. സർക്കാർ ജോലി പോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രമിക്കുന്ന ആളുകൾക്ക് പൊതുവേ അതിന് തടസ്സം വയ്ക്കും. ഉദ്ദേശിച്ച സമയത്തിനപ്പുറത്തേക്ക് കാര്യങ്ങളെ കടത്തിക്കൊണ്ടു പോകാനുള്ള ശേഷി ഇവിടെ ഗുളികൻ ചെയ്യും. രാഹുമോടുള്ളപ്പോൾ അത് എന്തു തന്നെയാണെങ്കിലും അത്തരം ഡിലേ, താമസം, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഡിലേ വരുത്താനുള്ള കഴിവ് ഇത്തരം അവസ്ഥകൾക്ക് ഏതൊരു ഗ്രഹനിലയിലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ സ്പഷ്ടവുമാണ്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ രോഹിണി ആണ് നക്ഷത്രം. ചന്ദ്രദശയിൽ ജനിച്ചു. 2004 വരെ ചന്ദ്രൻ, അതിനുശേഷം കുജൻ 2011 വരെ, അതിനുശേഷം രാഹു 2029 വരെ, ശേഷം ഗുരു 2045 വരെ, ശേഷം ശനി 2064 വരെ, ശേഷം ബുധൻ, കേതു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ നേരത്തെ പറഞ്ഞു. രാഹുവിൽ ശുക്രൻ 2023 ജൂലൈ 14 തൊട്ട് 2026 ജൂലൈ 13-ാം തീയതി വരെ രാഹുവിൽ ശുക്രനാണ്. കൃത്യമായ പരിഹാരങ്ങളെടുത്ത് അത് പരിഹാരങ്ങളെടുക്കുന്ന സമയത്ത് തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു പോവുക. പല ആളുകളും പരിഹാരങ്ങളെന്ന പേരിൽ ചെയ്യുന്നത് വലിയ തെറ്റുകളാണെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അത് ദയവ് ചെയ്ത് ആവർത്തിക്കാതിരിക്കുക. നമ്മൾ തുറന്നു വെച്ച വാതിൽ നമ്മൾ തന്നെ അടയ്ക്കുന്ന ഒരവസ്ഥയാണ് ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക വഴി നമ്മളിലെത്തുക. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1-2 കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ വ്യാഴദശയിലേക്കാണ് ഈ വ്യക്തി രാഹുദശയ്ക്ക് ശേഷം സഞ്ചരിക്കാൻ പോകുന്നത്. കൃത്യമായ ചിട്ടവട്ടങ്ങളോടുകൂടി തന്നെ സമീപിച്ചു കഴിഞ്ഞാൽ ഉയർന്ന നിലവാരത്തിൽ, ഉയർന്ന രീതിയിൽ ജീവിക്കാനുള്ള ഒരു ശേഷി ഉള്ള ഗ്രഹനില തന്നെയാണിത്. അതുപോലെ തന്നെ 7-ൽ ചന്ദ്രൻ നല്ലതാണ്. പക്ഷേ 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ രാഹുവിനോടൊത്ത് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്നത് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കുക തന്നെ വേണം. കൃത്യമായി ചേരുന്ന ഗ്രഹനിലകൾ
കൃത്യമായി ലഗ്നങ്ങൾ തമ്മിൽ ചേരുന്ന 7-ാം ഭാവം തമ്മിൽ ചേരുന്ന ശുക്രൻ്റെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഇത്തരം ഗ്രഹനിലകൾ വിവാഹത്തിലേക്ക് കടത്തി വിടാവൂ. അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ശുക്രന് ഗുളികൻ്റെ ബന്ധമുണ്ട്, അതുപോലെ തന്നെ ശത്രുവായ സൂര്യൻ്റെ ബന്ധമുണ്ട്, അതുപോലെ തന്നെ ഛായാഗ്രഹമായിട്ടുള്ള രാഹു ഒപ്പം നിൽക്കുന്നുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഉയർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു ഗ്രഹനില തന്നെയാണത്. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.